ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സല ലേണിംഗ്. അനകംസാണ് മക്കൾ. എല്ലാവരും അടിപൊളിയായിട്ടും സെറ്റായിട്ടും പവറായിട്ട് ഇരിക്കല്ലേ. അപ്പം നമുക്ക് ഇന്നൊരു അടിപൊളി കോണ്ടൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ചോദ്യോത്തരങ്ങൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് വരുന്ന ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ മാച്ച് ദ ഫോളോവിങ്ങും വൺ വേർഡും ഒക്കെ ആയിട്ടുള്ള ഒരു സെറ്റ് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മക്കൾക്ക് ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പം അത് അടിപൊളിയായിട്ട് കാണുക. അതിൻ്റെ കൂടെ ഇതുകൂടെ ചേർത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, പഠിക്കാം. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മക്കളെ. ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സെക്കുലറിസവും വെസ്റ്റേൺ സെക്കുലറിസവും തമ്മിലുള്ള ഡിഫറൻസസ് പരീക്ഷയ്ക്ക് ചോദിക്കും. ഇനി ഇൻ കേസ് അങ്ങനെ ചോദിച്ചിട്ടില്ലെങ്കിൽ തനിയെ തന്നെ എന്താണ് വെസ്റ്റേൺ സെക്കുലറിസം അല്ലെങ്കിൽ എന്താണ് ഇന്ത്യൻ സെക്കുലറിസം എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സെക്കുലറിസം അങ്ങോട്ടുള്ള ആ ചാപ്റ്റേഴ്സ്, സിറ്റിസൺഷിപ്പ് അങ്ങനെയുള്ള ചാപ്റ്റേഴ്സിനൊക്കെ ഒരു ചാപ്റ്ററിന് ഒരു ചോദ്യം നിങ്ങൾക്ക് വരുള്ളൂ. അതിൽ കൂടുതൽ ചോദ്യങ്ങളൊന്നും അവിടുന്ന് എക്സ്പെക്ട് ചെയ്യേണ്ട. കാരണം ഓരോന്നിലും ഒരു ടോപ്പിക് അവിടെ പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പൊ വെസ്റ്റേൺ സെക്കുലറിസത്തിലേക്ക് നമുക്ക് ആദ്യം പോകാം. വെസ്റ്റേൺ സെക്കുലറിസത്തിനെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ വെച്ചാൽ റിലീജിയന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇന്ത്യൻ സെക്കുലറിസത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ റിലീജിയനും അതേപോലെ സ്റ്റേറ്റും തമ്മിൽ വളരെ അടുത്ത് കിടക്കുന്നതായിട്ടും കാണാം. വെസ്റ്റേൺ സെക്കുലറിസത്തില് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഓരോ ഇൻഡിവിജ്വലിനാണ്, അവരുടെ ഫ്രീഡത്തിനാണ് മോസ്റ്റ് ആയിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷെ ഇന്ത്യൻ സെക്കുലറിസത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ ഓരോ ഇൻഡിവിജ്വലിനും നമ്മൾ ഫ്രീഡം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ കമ്മ്യൂണിറ്റീസിനും അതായത് ഒരു റിലീജിയനും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. വെസ്റ്റേൺ സെക്കുലറിസത്തിലേക്ക് വരുമ്പോൾ റിലീജിയൻ ഒരു പ്രൈവറ്റ് മാറ്റർ മാത്രമാണ്. അവിടെ സ്റ്റേറ്റ് പോളിസിയുമായിട്ട് റിലീജിയൻ മാറ്റർ കണക്ഷനോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷെ ഇന്ത്യൻ സെക്കുലറിസത്തിൽ എന്താ, അത് നമുക്ക് കാണാൻ പറ്റും. റിലീജിയൻ ഹാസ് സം ഇൻഫ്ലുവൻസ് ഇൻ ദ പോളിസി ഓഫ് സ്റ്റേറ്റ്. സ്റ്റേറ്റിന്റെ പോളിസിയിൽ ചില ഇൻഫ്ലുവൻസുകൾ റിലീജിയന് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നോ സ്പെഷ്യൽ കൺസിഡറേഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് ദ മൈനോറിറ്റി കമ്മ്യൂണിറ്റി. വെസ്റ്റേൺ സെക്കുലറിസത്തിലെ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കുകയോ അവർക്ക് ഇന്ന അവകാശങ്ങൾ കൊടുക്കുക അങ്ങനെയൊന്നും വെസ്റ്റേൺ സെക്കുലറിസത്തിൽ ഇല്ല. പക്ഷെ ഇന്ത്യൻ സെക്കുലറിസത്തിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അവർക്ക് ഒരുപാട് റൈറ്റ്സുകൾ നമ്മൾ കൊടുക്കുന്നതും കാണാം. ഇനി വെസ്റ്റേൺ സെക്കുലറിസത്തിലേക്ക് വരുന്ന സമയത്ത് റിലീജിയസ് റിഫർമേഷനെ സ്റ്റേറ്റ് അഥവാ വെസ്റ്റേൺ കൺട്രീസ് സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ ഇന്ത്യൻ സെക്കുലറിസത്തിലേക്ക് വരുന്ന സമയത്ത് റിലീജിയസ് റിഫോർമേഷന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇക്വാലിറ്റി എമംഗ് ഡിഫറെന്റ് റിലീജിയസ് ഗ്രൂപ്പ്, പല റിലീജിയസ് ഗ്രൂപ്പ് തമ്മിലുള്ള ഇക്വാലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ഇവിടെ നമ്മൾ ഓരോ ഇക്വാലിറ്റി എമംഗ് ഡിഫറെന്റ് സെക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ റിലീജിയൻ, ഓരോ ഇൻഡിവിജ്വൽ റിലീജിയന്റെ സെക്ഷൻസിന്റെ ഇക്വാലിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ആൻഡ് റിലീജിയൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ നോട്ട് ഫിനാൻഷ്യലി സപ്പോർട്ടഡ്. എവിടെ? വെസ്റ്റേൺ കൺട്രീസിൽ നമ്മൾ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷന് പൈസയോ കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല, ഫിനാൻഷ്യലി അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഫിനാൻഷ്യലി സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത് സെക്കുലറിസം എന്ന് പറയുന്ന ചാപ്റ്റർ എന്നുള്ള ചോദ്യമാണ്, പരീക്ഷയ്ക്ക് വരുന്ന ഒരു ചോദ്യമാണ്. അടുത്തത് നാഷണലിസത്തെ ഒരു ചോദ്യമാണ്. എന്തൊക്കെ ഫാക്ടേഴ്സ് ലീഡിങ് നാഷണലിസത്തിലേക്ക് എത്തുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത് മക്കളെ. ഒന്ന്, ഷെയർഡ് ബിലീഫ്. നമ്മൾ ഒരു രാജ്യത്ത് ഒരുപാട് കാലത്തോളം ഒരുമിച്ച് ജീവിച്ചു പോവുകയാണ്. നമുക്കറിയാം ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് എന്താണ്, ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് അല്ലെ. അപ്പൊ അവിടെ നമുക്ക് ഒരു കോമൺ ഗോൾ രൂപീകരിക്കപ്പെടും. ഒരു കോമൺ ഗോൾ നമുക്ക് അവിടെ ഉണ്ടാകും. ആൻഡ് അവിടെ നോക്കിക്കുകയും നമുക്കിപ്പോൾ നമ്മൾ ഒന്നാണെന്നുള്ള ഒരു ഫീലിംഗ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും, ഒരു ബ്രദർഹുഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അതെങ്ങനെയാണ്, നമ്മൾ ഒരുപാട് വിശ്വാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് നമുക്ക് വി എന്ന് പറയുന്നൊരു ഫീലിങ്സ് അവിടെ ഉണ്ടാവണം. രണ്ടാമത്തത് ഹിസ്റ്ററിയാണ്. ഇപ്പോൾ ഓരോ രാജ്യത്തിന് ഓരോ ചരിത്രങ്ങൾ പറയാനുള്ളത് പോലെ നമുക്കും എന്ത് ചെയ്യുന്നുണ്ട്, ചരിത്രം പറയാനുണ്ട് അല്ലേ. അവിടെ നമുക്ക് നാഷണൽ ലീഡേഴ്സിനെ കുറിച്ച്, നാഷണൽ മൂവ്മെന്റിനെ കുറിച്ചിട്ട്, നമ്മളെ നാഷണൽ ഹീറോസിനെ കുറിച്ച്, ഹീറോയിൻസിനെ കുറിച്ചിട്ട്, ഫ്രീഡം സ്ട്രഗിള്, നമ്മുടെ റെക്കോർഡ്സ്, ലെജൻഡ്സ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഒന്നാണെന്നുള്ള ഒരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മൾ പോരാടിയിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ആ ഒരു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ് അവിടെ വരുന്നുണ്ട്. സോ ഇത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഒന്നാണെന്നുള്ള ഒരു ഫീലിംഗ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അടുത്ത നോക്കിയേ,
ടെറിട്ടറിയാണ് അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത്. എ നാഷൻ ഈസ് എ പോപ്പുലേഷൻ ഓഫ് എൻ എത്നിക് യൂണിറ്റി. മക്കളെ, ഒരു ടെറിട്ടറിയിൽ നമ്മളിപ്പോൾ ഒരു ബൗണ്ടറി എന്ന് പറയത്തില്ലേ, ഓരോ വീടിനും ഓരോ അതിർത്തികൾ ഉണ്ടാവില്ലേ, അതുപോലെ നമ്മുടെ രാജ്യത്തിന് ഒരു അതിർത്തി ഉണ്ട് അല്ലേ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്നത് തന്നെയാണ്. അവിടെ നമുക്ക് എന്താണ്, നമ്മൾ ആ ഒരു ലാൻഡിനെ നമ്മൾ ഭാരതാംബ എന്നൊക്കെ നമുക്ക് വിളിക്കില്ലേ, നമ്മുടെ ലാൻഡിനെ മദർലാൻഡ് ആയിട്ട്, ഫാദർലാൻഡ് ആയിട്ട്, ഹോളി ലാൻഡ് ആയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഇത് നമുക്കിടയിൽ ഒരു ഫീലും ക്രിയേറ്റ് ചെയ്യും. അതാണ് ഒരു വാറോ കാര്യങ്ങളോ പൊട്ടിപ്പുറപ്പെടുമ്പോൾ നമ്മുടെ രാജ്യത്തിന് ഒരു ഇത് വരുന്നത്. നമുക്ക് ഉദാഹരണം പറയാൻ, ഓപ്പറേഷൻ സിന്ദൂർ ഒക്കെ ഉണ്ടായ സമയത്ത് നമ്മൾ തിരിച്ച് കൗണ്ടർ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതാണല്ലോ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. സോ ആ സമയത്തൊക്കെ നമുക്ക് ഇങ്ങോട്ടൊക്കെ അറ്റാക്ക് നേരിടുന്ന സമയത്ത് നമ്മൾ ഒന്നാണെന്നുള്ള ഒരു ഫീലിംഗ് എന്ത് ചെയ്യണം, അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് ശക്തമായിട്ട് അവർക്കെതിരെ പോരാടണം എന്നുള്ളൊരു കാര്യം നമ്മുടെ ഉള്ളിൽ വരികയാണ് ചെയ്തത്. അതെന്താ, നമ്മുടെ ലാൻഡിനോട് അവർ ചെയ്തത് ഒരു തെറ്റാണ് അല്ലേ. അപ്പോൾ നമ്മൾ തിരിച്ച് കൗണ്ടർ അറ്റാക്ക് ആയിട്ട് ഓപ്പറേഷൻ സിന്ദൂർ ആ ഒരു മിലിറ്ററി ഓപ്പറേഷൻ നടത്തിയും കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അഭിമാനം കാര്യങ്ങളൊക്കെ തോന്നി. കാരണം നമ്മളെ ലാൻഡിനെ ആളുകളെയാണ് എന്ത് ചെയ്തത്, വേദനിപ്പിച്ചത് അല്ലേ. അടുത്തത് ഷെയർഡ് പൊളിറ്റിക്കൽ ഐഡിയാസ് ആണ് മക്കളെ പറയുന്നത്. നമ്മളെ ഐഡിയാസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? ഡെമോക്രസി, ജനാധിപത്യം, സെക്കുലറിസം, മതേതരത്വം, സോഷ്യലിസം, ലിബറലിസം, ഇതൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇത് നമുക്കിടയിൽ ഒരു യൂണിറ്റ് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ കോമൺ പൊളിറ്റിക്കൽ ഐഡന്റിറ്റി ഉണ്ട്. നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഐഡന്റിറ്റിയാണ് നമ്മളെ നാഷണൽ ഫ്ലാഗ്, നാഷണൽ ആന്തം, അതേപോലെ ലാംഗ്വേജ്, റിലീജിയൻ, കറൻസി, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഒന്നാണെന്നുള്ളൊരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മളെ നാഷണലിസത്തിലേക്ക് ലീഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും, നാഷണലിസം ദേശീയത്തിലേക്ക് വഴിവെക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായി എഴുതണം. ഓക്കെ, അടുത്തത് മക്കളെ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാൻ. അത് ഒരു ചോദ്യമായിട്ട് അവിടെ വരുള്ളൂ. സോഷ്യൽ കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് എന്താണ്, അതേപോലെ തന്നെ എൻവയോൺമെന്റ് കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് എന്താണ്. സോഷ്യൽ കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിലേക്ക് മക്കൾക്ക് ഓടി വരുന്നത്? മക്കളെ, ഒരു ഡെവലപ്മെന്റ് അവിടെ നടക്കുകയാണ്, ഒരു വികസനം അവിടെ നടക്കാം. ആ വികസനം കൊണ്ട് സോഷ്യലി ആയിട്ട് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു, അതായത് സൊസൈറ്റിക്ക് എത്രത്തോളം ആ വികസനം എഫക്റ്റ് ചെയ്യുന്നു, അതാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ സോഷ്യൽ കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഒരു വികസനം നടക്കുന്ന സമയത്ത് സൊസൈറ്റിയിലെ ആളുകൾ മുഴുവൻ അവിടെ ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നുണ്ട്, അവിടെ സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ട്, അവരുടെ ലൈവ്ലിഹുഡ് മാറുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടെ സ്ലമ്മുകൾ, തെരുവുകൾ ഉണ്ടാകുന്നു, ട്രഡീഷണൽ സ്കില്ല് നഷ്ടപ്പെടുന്നു, അവരുടെ കൾച്ചറിന് വരെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള അഡ്വേഴ്സ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് എന്തുകൊണ്ടുണ്ടാകുന്നു, വികസനം കൊണ്ടുണ്ടാകുന്നു. ഇനി എൻവയോൺമെന്റ് കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു വികസനം നടക്കുമ്പോൾ അതെങ്ങനെ എൻവയോൺമെന്റ് എഫക്റ്റ് ചെയ്യുന്നു എന്നതാണ് എൻവയോൺമെന്റ് കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു വികസനം നടക്കുന്ന സമയത്ത് ഓഫ് കോഴ്സ് എന്ത് ചെയ്യുന്നുണ്ടാവും, എയർ പൊല്യൂഷൻ ഉണ്ട്, ഗ്ലോബൽ വാർമിങ്, ഓസോൺ ഡിപ്ലഷൻ, സോയിൽ പൊല്യൂഷൻ, ബേർഡ്സ് ഡിസ്ട്രക്റ്റ് ആയി കാണാണ്ടായി പോവുക, ആനിമൽസും പ്ലാന്റ്സ് ഒക്കെ നശിക്കുക, പിന്നെ അതേപോലെ നോൺ റിന്യൂവബിൾ റിസോഴ്സസിന്റെ റെക്ലെസ് യൂസ്, ഡീഫോറസ്ട്രേഷൻ, ഇതൊക്കെ ഉണ്ടാകുന്നു. അപ്പം നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഓഫ് കോഴ്സ് ഡെവലപ്മെന്റ് നമുക്ക് വേണം, വികസനം നമുക്ക് വേണം. പക്ഷെ ഒരു വികസനം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വികസന പ്രക്രിയ നടക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കുള്ളൂ. ഇതിന് ഇത്ര ബഡ്ജറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കാം. നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വികസനം അവിടെ നടക്കുമ്പോൾ എത്രത്തോളം എൻവയോൺമെന്റ് കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റും എത്രത്തോളം സോഷ്യൽ കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റും അവിടെ ഉണ്ടാകുന്നുണ്ടെന്ന് നമ്മൾ അനലൈസ് ചെയ്തിട്ട് വേണം ഒരു വികസനം അവിടെ നടത്താൻ. ഇത് രണ്ടും കൂടുതലാണെങ്കിൽ ആ വികസനം കൊണ്ട് ഒരു ഗുണവുമില്ല, അല്ലെങ്കിൽ ആ വികസനം ആർക്കും നല്ലത് ഉണ്ടാക്കുന്നില്ല എന്നാണ് അർത്ഥം. ഇതിന്റെ തോതൊക്കെ കണക്കൂട്ടിയതിന് ശേഷം മാത്രമേ എന്ത് നടത്താൻ പാടുള്ളൂ, വികസന പ്രവർത്തനങ്ങൾ നടത്താൻ പാടുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഒരു ചോദ്യമാണ്. മെത്തേഡ്സ് ഓഫ് അക്യൂറിങ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് എങ്ങനെ നമുക്ക് സിറ്റിസൺഷിപ്പ്, പൗരത്വം നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. 5 രീതികളിലാണ്. ഒന്ന് ജനനത്തിലൂടെ, ഡീസന്റിലൂടെ, രജിസ്ട്രേഷനിലൂടെ, നാച്ചുറലൈസേഷനിലൂടെ, ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. ഈ 5 രീതികളിലൂടെയാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ പൗരൻ നമുക്ക് ആകാൻ പറ്റുക.
അതില് ബർത്ത് എന്ന് പറയുന്ന സമയത്ത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ടെറിട്ടറിയിൽ ഇഫ് എ പേഴ്സൺ ഈസ് ബോൺ ഇൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ഈ ഷാൽ ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ ജനിക്കുന്ന ഒരു കുട്ടി, ഒരു വ്യക്തി എന്തായിരിക്കും? അവര് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കും. രണ്ടാമത്തത് ഡീസന്റ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? നാട്ടിലല്ല, പക്ഷെ നമ്മള് ഇന്ത്യയിലല്ല, പക്ഷെ അച്ഛനും അമ്മയും എന്താണ്? ഇന്ത്യയിലാണ് ജനിച്ചതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പാരമ്പര്യമായിട്ട്, അതാണ് ബൈ ഡീസന്റ് എന്ന് പറയുന്നത്, പാരമ്പര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ ഇന്ത്യൻ പൗരത്വം നമുക്ക് അവിടെ ലഭിക്കും. ഇനി ഇതാ നോക്കിയേ, if a person is born outside India on or after 26 January 1950 but before 10 December 1992 will consider as a citizen of India, but subject to the fact that his father must be a citizen of India at the time of birth. അതായത് ആ കുട്ടി ജനിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ ഫാദർ എന്തായിരിക്കണം? ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ ആ കുട്ടിയും ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കും. ഇഫ് എ പേഴ്സൺ ബോൺ ഓൺ ആഫ്റ്റർ 10 December 1992 but before 3 December 2004 either of the parent or mother or father must have a citizenship of India. ഇനി അടുത്ത രജിസ്ട്രേഷനിലൂടെ, അതായത് ഇഫ് എ പേഴ്സൺ ഈസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ, ഇഫ് എ പേഴ്സൺ ഈസ് മാരീഡ് ടു എ പേഴ്സൺ ഓഫ് ഇന്ത്യൻ സിറ്റിസൺ, അതായത് ഒരു ഇന്ത്യൻ സിറ്റിസണിനെ കല്യാണം കഴിച്ചതിലൂടെ അവർക്ക് രജിസ്ട്രേഷനിലൂടെ ഇന്ത്യൻ സിറ്റിസൺ ആകാം. അതേപോലെ തന്നെ ഇഫ് എ പേഴ്സൺ ഈസ് മൈനർ ആൻഡ് പാരൻസ് ആർ സിറ്റിസൺ ഓഫ് ഇന്ത്യ. പേഴ്സൺ മൈനറുമാണ്, അതായത് 18 വയസ്സിൽ താഴെയാണ്, പക്ഷെ പാരൻസ് ഇന്ത്യ സിറ്റിസൺ ആണെങ്കിൽ ആ കുട്ടിക്ക് എന്താകാം? അങ്ങനെ രജിസ്ട്രേഷനിലൂടെ നമുക്ക് ഇന്ത്യൻ സിറ്റിസൺ ആവാം. അടുത്തത് നാലാമത് നാച്ചുറലൈസേഷൻ. നാച്ചുറലൈസേഷൻ എന്ന് പറയുന്നത് നമ്മളെ സിറ്റിസൺഷിപ്പ് അക്വയർഡ് ബൈ മേക്കിംഗ് ആൻ അപ്ലിക്കേഷൻ ടു ദ സെൻട്രൽ ഗവൺമെന്റ്. നമുക്ക് കുറച്ച് അധിക കാലത്തോളം നമ്മളെ നാട്ടിൽ നിൽക്കുകയും നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് അപ്ലിക്കേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നാച്ചുറലൈസേഷനിലൂടെ ഇന്ത്യൻ സിറ്റിസൺ ആവും. അഞ്ചാമത്തത് ഏതെങ്കിലും ടെറിട്ടറി, അതായത് ഇന്ത്യൻ ഭാഗമല്ലാത്തൊരു ഭാഗം, അതായത് ഇത്രയും കാലത്തോളം ഇന്ത്യൻ ടെറിട്ടറിയുടെ ഒരു ഭാഗമല്ല, പക്ഷെ പുതുതായിട്ട് നമ്മൾ ആ ഒരു ടെറിട്ടറി ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർക്കാണ്. അങ്ങനെ കൂട്ടിച്ചേർക്കുമ്പോൾ അവർക്ക് അവിടെയുള്ള ആളുകൾ എല്ലാവരും എന്ത് ചെയ്യും? ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കും. ആ ഒരു ടെറിട്ടറി പിന്നീട് എന്ത് ചെയ്യുക? ഇന്ത്യയുടെ ഭാഗമാവല്ലേ. അങ്ങനെ ഈ 5 രീതികളിലൂടെയാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, അടുത്തത് നമ്മുടെ ഇക്വാലിറ്റി എന്ന് പറയുന്ന സോഷ്യൽ ഇക്വാലിറ്റിയില് നമുക്ക് ആ ഒരു ചാപ്റ്റർ നമ്മൾ ഫ്രീഡം, ഇക്വാലിറ്റി, അങ്ങനെയുള്ള സോഷ്യൽ ജസ്റ്റിസ് ആണ്, ഇക്വാലിറ്റി അല്ല, ഫ്രീഡം, ഇക്വാലിറ്റി, സോഷ്യൽ ജസ്റ്റിസ്, ആ ഒരു ചാപ്റ്ററുകളാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പൊ അതില് ഇക്വാലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇക്വാലിറ്റിയുടെ 3 തലങ്ങൾ, 3 ഡയമെൻഷൻസ് ആണ് ചോദിക്കുന്നത്. ഒന്ന് പൊളിറ്റിക്കൽ ഇക്വാലിറ്റിയാണ്. പൊളിറ്റിക്കൽ ഇക്വാലിറ്റി എന്ന് പറയുന്നത് എല്ലാ സിറ്റിസണും പൊളിറ്റിക്കൽ റൈറ്റ്സ് ഉണ്ട്, ഈക്വൽ വോയിസ് ഉണ്ട്, ഗവൺമെന്റിലെ എല്ലാ കാര്യങ്ങളും അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈക്വൽ വോയിസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ വോട്ട് ചെയ്യാനുള്ള അവകാശം, ഇലക്ഷന് മത്സരിക്കാനുള്ള അവകാശം, ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള അവകാശം, പെറ്റീഷൻസ് ഫയൽ ചെയ്യാനുള്ള അവകാശം, പബ്ലിക് ഓഫീസസ് ഹോൾഡ് ചെയ്യാനുള്ള അവകാശം, ഇതെല്ലാം പൊളിറ്റിക്കൽ റൈറ്റ്സിൽ വരുന്നു. ഇനി നമുക്ക് എക്കണോമിക് ഇക്വാലിറ്റിയിലേക്ക് പോകാം. എക്കണോമിക് ഇക്വാലിറ്റി എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് സ്റ്റേറ്റിലെ എല്ലാ വെൽത്തും എൻജോയ് ചെയ്യാനുള്ള റൈറ്റ്സ് ആണ് അവിടെ പറയുന്നത്. അവിടെ ജോലി ചെയ്യാനുള്ള അവകാശം, തുല്യ വേതനം ലഭിക്കാനുള്ള അവകാശം, റെസ്റ്റിനുള്ള അവകാശം, സോഷ്യൽ സെക്യൂരിറ്റിക്കുള്ളത്, ട്രേഡ് യൂണിയൻസ് ഫോം ചെയ്യാനുള്ളത്, ഇങ്ങനെയുള്ള അവകാശങ്ങളൊക്കെ എക്കണോമിക് ഇക്വാലിറ്റിയിൽ വരുന്നു. ഇനി നമുക്ക് സോഷ്യൽ ഇക്വാലിറ്റിയിലേക്ക് നമുക്ക് പോകാം. സോഷ്യൽ ഇക്വാലിറ്റി എന്ന് പറയുന്നത് മീൻസ് ദാറ്റ് ഓൾ ആർ ഈക്വൽ യൂണിറ്റ്സ് ഓഫ് സൊസൈറ്റി. നമ്മളെല്ലാവരും സൊസൈറ്റിന്റെ ഭാഗങ്ങളാണ്. സോ ഇവിടെ യാതൊരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനുമില്ല. ഈക്വൽ സ്റ്റാറ്റസ് ആയിരിക്കണം എല്ലാവർക്കും. ഒരു വ്യക്തിക്ക് പോലും ഒരു സ്പെഷ്യൽ പ്രിവിലേജ് കൊടുക്കുക, അങ്ങനെയൊന്നുമില്ല. അൺടച്ചബിൾ ഇല്ല. ജെൻഡർ ഇക്വാലിറ്റി എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത് സോഷ്യൽ ഇക്വാലിറ്റിയിൽ പറയുന്നത്. ഇത് ഇക്വാലിറ്റിയുടെ ഡയമെൻഷൻസ് ആണ്. കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യം കൂടിയാണ് മക്കളെ ഇത്. ഓക്കെ, അടുത്തത് ഇന്ത്യയിൽ എങ്ങനെയാണ് നിയമം ഉണ്ടാക്കുന്നത്? ലോ മേക്കിംഗ് പ്രൊസീജിയർ ആണ് നമ്മൾ നോക്കുന്നത്. ഇന്ത്യയിൽ എങ്ങനെയാണ് ഒരു നിയമം ഉണ്ടാക്കുന്നത്? മക്കളെ, ഞാൻ ഈ പറയാൻ പോകുന്ന സ്റ്റേജ് ലോകസഭയിൽ മാത്രമല്ല രാജ്യസഭയിലും നടക്കും. ഈ 2 സഭയിലും നടന്ന് 2 കൂട്ടരും കൂടി അപ്രൂവ് ചെയ്തിട്ട് പ്രസിഡന്റിന്റെ കയ്യിൽ ചെന്ന് പ്രസിഡന്റ് അത് ഒപ്പുവെച്ചതിന് ശേഷം മാത്രമേ ഒരു ബില്ല് നിയമമായി മാറുകയുള്ളൂ. തുടക്കത്തില് MP എന്ത് ചെയ്യും? ഒരു സബ്ജക്റ്റ് അവതരിപ്പിക്കും. അതിനെ ഫസ്റ്റ് സ്റ്റേജ് ആൻഡ് ഫസ്റ്റ് റീഡിംഗ് എന്ന് നമ്മൾ വിളിക്കും. 1ാമത്തെ ഘട്ടമാണ് അവിടെ. ആ ഒരു സബ്ജക്റ്റിന്റെ 1ാം വായനയും അവിടെ നടന്നു.
രണ്ടാമത്തത് സെക്കൻഡ് സ്റ്റേജ് ആൻഡ് സെക്കൻഡ് റീഡിങ്ങിൽ ആ ടോപ്പിക്കിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് നടക്കുന്നു. ബേസിക് ആയിട്ടുള്ള ബില്ലിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് അവിടെ നടക്കുന്നു. അതിന് സെക്കൻഡ് സ്റ്റേജ് ആൻഡ് സെക്കൻഡ് റീഡിംഗ് എന്ന് വിളിക്കുന്നു. മൂന്നാമത് എന്ന് പറയുന്നത് തേർഡ് സ്റ്റേജ് ഓർ കമ്മിറ്റി സ്റ്റേജ്. തേർഡ് സ്റ്റേജ് എന്നും കമ്മിറ്റി സ്റ്റേജ് എന്നും നമ്മൾ വിളിക്കുന്നു. ഇവിടെ വെച്ചിട്ട് നടക്കുന്നതെന്ന് വെച്ചാൽ ഡിസ്കഷൻസ് കഴിഞ്ഞിട്ടും അതിനെക്കുറിച്ചുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള കാര്യം എല്ലാവരിലേക്കും എത്തിയിട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്യുന്നതാണ് തേർഡ് സ്റ്റേജ് ഓർ കമ്മിറ്റി സ്റ്റേജ് എന്ന് വിളിക്കുന്നത്. നാലാമത്തത് ഫോർത്ത് സ്റ്റേജ് ഓർ റിപ്പോർട്ട് സ്റ്റേജ് ആണ്. ഈ കമ്മിറ്റി റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്ന സ്റ്റേജാണ് ഈ നാലാമത്തത്. അഞ്ചാമത്തത് തേർഡ് റീഡിംഗ് ഫിഫ്ത്ത് സ്റ്റേജ് ഓർ തേർഡ് റീഡിങ്. അതായത് എന്താ ഇവിടെ തേർഡ് റീഡിംഗ് എന്ന് പറയുന്നത്? ആദ്യം 2 തവണ വായിച്ചതാണ്, പിന്നെ വായന നടന്നിട്ടില്ല. ഒന്നാമതും രണ്ടാമതും വായന നടന്നു, 3 കമ്മിറ്റി ഉണ്ടാക്കി 4 റിപ്പോർട്ട്, പിന്നത്തെ വായന 5ാമത്തെ സ്റ്റേജ് എത്തുമ്പോഴാണ്. ഈ 5ാമത്തെ സ്റ്റേജ് എത്തുന്ന സമയത്ത് വായന നടക്കുന്നു, തേർഡ് റീഡിങ് അവിടെ നടക്കുന്നു. ഈ തയ്യാറാക്കിയ റിപ്പോർട്ട് അവരെന്ത് ചെയ്യാണ് ആ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നു. ഈ 5 സ്റ്റേജുകളിലൂടെയാണ് ഏതൊരു നിയമവും എന്ത് ചെയ്യുന്നത് രൂപീകരിക്കപ്പെടുന്നത്. ഇത് ലോകസഭയിൽ മാത്രമല്ല രാജ്യസഭയിലും നടക്കും. 2 സഭകളിലും നടന്ന് 2 പേരും അപ്രൂവ് ചെയ്തതിനു ശേഷം പ്രസിഡന്റിന്റെ കയ്യിൽ പോയി പ്രസിഡന്റ് ഒപ്പുവെച്ചതിന് ശേഷം മാത്രമേ ബില്ല് നിയമമായി മാറുകയുള്ളൂ. ഓക്കെ, യെസ്. The same procedure in the other house. If needed, president summon the joint sitting. ഇപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ പ്രസിഡന്റ് എന്താ ജോയിന്റ് സിറ്റിംഗ് വിളിക്കും, എല്ലാവരും ഒത്തുചേർന്നിട്ട് കാര്യങ്ങൾ ഇതാക്കും. പ്രസിഡന്റ് ആണ് ഇതിന് അവസാനം എന്ത് ചെയ്യേണ്ടത്, അത് ഓക്കെ പറയേണ്ടത്. പ്രസിഡന്റ് എന്താ അത് ഓക്കെ പറയാം, അല്ലെങ്കിൽ തിരിച്ചയക്കാം, അല്ലെങ്കിൽ അത് ഹോൾഡ് ചെയ്യാം. ഈ രീതിയിലുള്ള അവകാശങ്ങളൊക്കെ പ്രസിഡന്റിനും ഉണ്ട്. ഓക്കെ, അടുത്തത് ബില്ലുകളെ കുറിച്ചാണ് നമുക്ക് പറയുന്നത്. ടൈപ്സ് ഓഫ് ബില്ല്. മക്കളെ, നമുക്ക് മൊത്തം 6 ബില്ലുകളാണുള്ളത്. ഗവൺമെന്റ് ബില്ല്, പ്രൈവറ്റ് ബില്ല്, മണി ബില്ല്, നോൺ മണി ബില്ല്, ഓർഡിനറി ബില്ല്, കോൺസ്റ്റിറ്റ്യൂഷൻ ബില്ല്. ഗവൺമെന്റ് ബില്ല് എന്ന് പറയുമ്പോൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മിനിസ്റ്റർ ആയിരിക്കും. പ്രൈവറ്റ് ബിൽ എന്ന് പറയുമ്പോൾ നോൺ മിനിസ്റ്റർ ആയിരിക്കും, അല്ലെങ്കിൽ എനി മെമ്പർ എന്ന് പറയാം, ഇൻട്രൊഡ്യൂസ് ബൈ എനി മെമ്പർ. പിന്നെ മണി ബിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ക്ലോസ്ലി റിലേറ്റഡ് ടു എന്താണ് മണി. നോൺ മണി ബില്ല് എന്ന് പറയുന്നത് അതർ ടാക്സേഷൻ ആ കാര്യങ്ങളൊക്കെ വരുന്നത്. ഓർഡിനറി ബില്ല് എന്ന് പറയുന്നത് മാറ്റർ അതർ ദാൻ ഫിനാൻഷ്യൽ അല്ലാത്ത കാര്യങ്ങൾ, കോമൺ ആയിട്ടുള്ള ആളുകൾ കണക്ട് ചെയ്തുള്ള കാര്യങ്ങൾ. കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ല് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് റിലേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ആ പേര് തന്നെ കിട്ടും. ഗവൺമെന്റ് ബില്ല് എന്തായാലും ഒരു മന്ത്രി തന്നെയാണ് അവതരിപ്പിക്കുക. പ്രൈവറ്റ് ബില്ല് ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, അവതരിപ്പിക്കാം. മണി ബില്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ ടാക്സേഷൻ, സ്പെൻഡിങ്, അതേപോലെ ബില്ല് മണിയുമായി ബന്ധപ്പെട്ട്. നോൺ മണി ബില്ല് എന്ന് പറയുമ്പോൾ ബിൽ അതർ ദാൻ, നേരത്തത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ടത്, അതല്ലാത്തത് അതർ ദാൻ ടാക്സേഷൻ ഓർ സ്പെൻഡിങ്. ഓർഡിനറി ബില്ല് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ അല്ലാത്ത മാറ്റർ അതർ ദാൻ ഫിനാൻഷ്യൽ. കോൺസ്റ്റിറ്റ്യൂഷൻ ബിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബിൽ എന്ന് പറഞ്ഞാൽ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടത്. ഇത്തരത്തിലുള്ള 6 ബില്ലുകളാണ് നമുക്കുള്ളത്. ഇപ്പൊ ലോ മേക്കിംഗ് പ്രൊസീജിയർ ചോദിക്കുന്ന സമയത്ത് നമുക്കൊരു 6 മാർക്കിനൊക്കെ ചോദിക്കുന്ന സമയത്ത്, 3 മാർക്കിനൊക്കെയാണ് ഓക്കെ, 6 മാർക്കിനൊക്കെ ചോദിക്കുന്ന സമയത്ത് ഈ ബില്ലിനെ കുറിച്ചിട്ടും അവിടെ നിന്ന് മെൻഷൻ ചെയ്യണം. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. അടുത്ത് നമുക്ക് നോക്കാം മക്കളെ, ബോറോവിംഗ് പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പല രാജ്യങ്ങളിൽ നിന്നും പലതും കടം വാങ്ങിയിട്ടുണ്ട്. ഇത് നമുക്കൊരു വിവരണമായിട്ടും ചോദിക്കാം, മാച്ച് ദ ഫോളോവിംഗ് ആയിട്ടും ചോദിക്കാം. എങ്ങനെയായാലും ഒന്ന് പരീക്ഷയ്ക്ക് വരും, ഉറപ്പാണ്. ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് നമ്മൾ എന്തൊക്കെ കടമെടുത്തത്? റൂൾ ഓഫ് ലോ, അതേപോലെ തന്നെ നമ്മുടെ FPTP സിസ്റ്റം, പാർലമെന്ററി ഗവൺമെന്റ്, സ്പീക്കറുടെ ഫംഗ്ഷന്, പവർ, ലോ മേക്കിംഗ് പ്രൊസീജിയർ ഒക്കെ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് നമ്മൾ കടമെടുത്തത്. ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് നമ്മൾ ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രെറ്റേണിറ്റി കടമെടുത്തത്. USA എന്നാണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ജുഡീഷ്യൽ റിവ്യൂ, ഇൻഡിപെൻഡൻസ് ഓഫ് ദ ജുഡീഷ്യറി നമ്മൾ കടമെടുത്തത്. ഓക്കെ, അയർലൻഡ് നിന്നാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി കടമെടുത്തത്. കാനഡയിൽ നിന്നാണ് ഫെഡറേഷൻ വിത്ത് സ്ട്രോങ് സെന്ററും റെസിഡ്യൂറി പവേഴ്സും നമ്മൾ കടമെടുത്തത്. ഓസ്ട്രേലിയയിൽ നിന്നാണ് നമ്മൾ കൺഗ്രന്റ് ലിസ്റ്റ് കടമെടുത്തിട്ടത്. ക്ലിയർ ആയില്ലേ മക്കളെ? ഓക്കെ അല്ലേ? യെസ്. അടുത്തത് നമ്മുടെ അതോറിറ്റി ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതോറിറ്റി ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ശ്രദ്ധിക്കണം മക്കളെ. നമ്മുടെ ഭരണഘടനയുടെ ആധികാരികത നിശ്ചയിക്കുന്ന 3 ഘടകങ്ങളാണ് മോഡ് ഓഫ് പ്രോമുൽഗേഷൻ,
പ്രൊവിഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ബാലൻസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിസൈൻ. മോഡ് ഓഫ് പ്രോമൾഗേഷൻ എന്ന് പറയുന്നത് പ്രഖ്യാപന രീതിയാണ് അല്ലെ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്കറിയാം എന്താണ്, ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് രൂപീകരിച്ചത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആ ഒരു ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു നാഷണൽ മൂവ്മെന്റിന്റെ ഒരു സ്പിരിറ്റും ലെഗസിയും ഉണ്ടായിരുന്നു. അത് നമുക്ക് അവിടെ കൊടുക്കാം. അടുത്തത് പ്രൊവിഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മളൊരു രാജ്യത്ത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്ന സമയത്ത് അതിൽ പലതരത്തിലുള്ള പ്രൊവിൻസുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഈ പ്രൊവിഷൻസ് ഒക്കെ നമ്മൾ എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അല്ലെങ്കിൽ ഒരു ഭാഗത്തോട് മാത്രം കൂറു പുലർത്തി അല്ലെങ്കിൽ അവരെ മാത്രം സപ്പോർട്ട് ചെയ്തിട്ടുള്ള രീതിയിലല്ല ഉണ്ടാവേണ്ടത്. ഒരു വിഭാഗത്തിനും പ്രിവിലേജ് നമ്മൾ കൊടുക്കുകയും അരുത്. അപ്പം നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ എപ്പോഴും ഫ്രീഡം ഇക്വാലിറ്റിയും എൻഷുർ ചെയ്യുന്ന രീതിയിലായിരിക്കണം കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവേണ്ടത്. യാതൊരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസും നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരിക്കലും യാതൊരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ഉണ്ടാകാൻ പാടില്ല. എല്ലാ പോപ്പുലേഷനും ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അതാണ് പ്രൊവിഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്. അടുത്തത് ബാലൻസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിസൈൻ എന്ന് പറയുന്നത്, നമ്മളെ സ്കൂളിൽ കഞ്ഞി വെക്കുന്ന ചേച്ചി തന്നെയാണോ നമ്മളെ ക്ലാസ് എടുക്കുന്ന ടീച്ചർ? അല്ല. ക്ലാസ് എടുക്കുന്ന ടീച്ചർ തന്നെയാണോ പൊളിറ്റിക്സും എക്കണോമിക്സും എല്ലാം നിങ്ങളെ പഠിപ്പിക്കുന്നത്? അല്ല. കഞ്ഞി വെക്കുന്ന ചേച്ചിക്ക് അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ അറിയാം. ക്ലാസ് എടുക്കുന്ന ടീച്ചർക്ക് അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ അറിയാം. നമ്മൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്ത് ചെയ്യുക, ചെയ്യാൻ പറ്റും. പക്ഷെ അത് പ്രോപ്പർ ആയിട്ട് കിട്ടത്തില്ല. ഓരോരുത്തരും അവരുടെ ജോലി അവർക്ക് അത്രമേൽ ബ്യൂട്ടിഫുൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ വേണ്ടി സാധിക്കില്ലേ. അതേപോലെ തന്നെ സ്കൂളിൽ ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ഇത്രയേറെ ആളുകളുടെ HM, പല സബ്ജക്റ്റിലുള്ള ടീച്ചേഴ്സ്, ക്ലീനിങ് സ്റ്റാഫ്, കഞ്ഞി വെക്കുന്ന ചേച്ചി, അങ്ങനെ പല ആളുകളുണ്ട്. അപ്പൊ സ്കൂളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മതിയോ? പോരാ. അതിന് വേണ്ടിയിട്ടാണ് ബാലൻസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിസൈൻ എന്ന് പറയുന്നത്. നമുക്ക് ഗവൺമെന്റ് 3 ഓർഗൻസ് കൊടുത്തത്. നമ്മളെ ബോഡിയിലെ ഓർഗൻസ് ഒക്കെ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണോ അതേപോലെയാണ് ഗവൺമെന്റ് 3 ഓർഗൻസും. ഏതൊക്കെയാണ്? ലെജിസ്ലേച്ചർ, നിയമം നിർമ്മിക്കും, നിയമനിർമ്മാണ സഭ; എക്സിക്യൂട്ടീവ്, കാര്യനിർവഹണ വിഭാഗം, ഈ നിയമനിർമ്മാണ സഭ നിർമ്മിക്കുന്ന നിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കാര്യനിർവഹണ വിഭാഗം; ജുഡീഷ്യറി, നീതിന്യായ വിഭാഗം. ഇതെല്ലാം പ്രോപ്പറായിട്ട് ആളുകളിലേക്ക് എത്തുന്നുണ്ടോ? ജനങ്ങൾക്ക് നീതി, ജസ്റ്റിസ് എൻഷ്യൂർ ചെയ്യുന്നത് ആരാണ്? ജുഡീഷ്യറിയാണ് അല്ലെ. കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രൊട്ടക്ടറും കാവലാളൊക്കെയാണ് ഈ ഒരു ജുഡീഷ്യറി എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ല മക്കളെ? ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഐ ഹോപ്പ് നമ്മളെ ഈ ഒരു സെഷൻ നമ്മൾ ഇപ്പോൾ കോണ്ടന്റുകളായാലും ലൈവുകളായാലും ഒന്നും നിങ്ങൾ മിസ് ചെയ്യാതെ കാണുന്നുള്ളത് ഞാൻ എക്സ്പെക്ട് ചെയ്യാണ്. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് അടിപൊളിയായിട്ട് എക്സാമും കാര്യങ്ങളും എഴുതാൻ പറ്റുള്ളൂ. ടെൻഷൻ ഒന്നും അടിക്കേണ്ട, ഈസി പീസി ആയിട്ട് നമ്മൾ എക്സാം എഴുതും. ഒരു കാര്യത്തിൽ എന്ത് ചെയ്യുക, ടെൻഷൻസും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ദാറ്റ്സ് ലവ് ഇറ്റ്സ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us dears.